നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഒക്ടോബർ 15 തീയതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്ന തീയതിയാണ്. കാരണം എന്താ? PSCയുടെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാറായപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് പേര് പറഞ്ഞു വരുത്തുന്നുണ്ട്. എന്തിനാ പഠിക്കുന്നത്? നിയമനങ്ങൾ കുറവല്ലേ? ഈ പറയുന്നവരൊക്കെ കാര്യം അറിയാതെ സംസാരിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 2024 കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 1.5 വർഷം ആയപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 1600 അധികം അഡ്വൈസ് ആണ് പോയേക്കുന്നത്. അപ്പൊ ഈ ലിസ്റ്റ് 2027 അവസാനിക്കുമ്പോൾ എങ്ങനെ പോയാലും 4000-ലധികം അഡ്വൈസ് ഈ ഒരൊറ്റ ലിസ്റ്റിൽ നിന്ന് പോകും. അപ്പൊ KSFE, KSEBയുടെ ലിസ്റ്റ് ആണ് ഒന്ന്. ഇതുപോലെ തന്നെ KSRTC, അതുപോലെ ലൈഫ് സ്റ്റോക്ക്, ഇതിന്റെ ലിസ്റ്റ് വേറെയും കിടക്കുന്നു. അപ്പൊ ഏകദേശം ടോട്ടൽ ഒരു 5000-ലധികം വേക്കൻസീസ് ഇപ്പോ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ പോകും. ഇനി വരാനിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും 5000-ലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ കുറെ പേരൊക്കെ നെഗറ്റീവ് വന്ന് പറയുന്നത് അവർക്ക് ബെനിഫിറ്റിന് വേണ്ടിയാ. അപ്പൊ കേൾക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ തന്നെ കാണത്തില്ല ഇപ്പൊ ലിസ്റ്റിൽ പോയിട്ടുള്ള ആൾക്കാർ. എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളും പഠിച്ച ഗവൺമെന്റ് ജോലി വാങ്ങിയത് തന്നെയാണ്. ഈ പറയുന്ന നെഗറ്റീവ് പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ നമ്മളും എപ്പോഴും നെഗറ്റീവ് പറഞ്ഞു ജോലിയൊന്നും കിട്ടത്തില്ല, PSC പഠിച്ച ജോലിയൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു തന്നെ ഇരിക്കും. ആ ഒരു മൈൻഡ് മാറ്റണം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്, ആ ഒരു ജോലി എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിനുവേണ്ടി ഞാൻ എങ്ങനെയും കഷ്ടപ്പെടും, ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതി നിങ്ങളെ ബാധിക്കത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഒക്ടോബർ 15 നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, ഈ ജോലി എനിക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ദിവസമാണ്, ഞാനിത് അപ്ലൈ ചെയ്യും, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അടുത്ത വർഷം ഒരു മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം. ഏകദേശം മാർച്ചിലൊക്കെ തന്നെ പ്രിലിംസ് പ്രതീക്ഷിക്കാം. കാരണം മെയ്യില് ഇലക്ഷൻ വരുമല്ലേ, അപ്പൊ മാർച്ചിലൊക്കെ പ്രിലിംസ് പ്രതീക്ഷിക്കാം. മെയ് ആയാലും കുഴപ്പമില്ല. അപ്പൊ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പ്രിലിംസ് പരീക്ഷ പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. മെയിൻസ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്ടോബർ മാസം മെയിൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി വരുന്ന ഒരു 10-11 മാസം 100% ഒരു നെഗറ്റീവ് ചിന്തയും ഇല്ലാതെ, ആരും പറയുന്ന കേൾക്കാതെ, ആരുടെയും കാര്യങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതെ, നിങ്ങളുടെ എയിം മാത്രം ഫോക്കസ് ചെയ്ത്, നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ 2027 ഈ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുമ്പോൾ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങൾ പോകണം. ഇപ്പൊ 1000 റാങ്ക് വന്നാലും കുഴപ്പമില്ല, 1500 റാങ്ക് വന്നാലും കുഴപ്പമില്ല, 1.5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. 40,000 രൂപയിൽ അധികം സാലറി ഉള്ള ജോലി, ലൈഫ് സെറ്റിൽ ആയില്ലേ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ജോലി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മറ്റുള്ളവർ പറയുന്ന കേട്ട് നെഗറ്റീവ് തലയിൽ കുത്തി നിറച്ചിരിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിക്കോളാം. ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. വേറെ ഒരു നെഗറ്റീവും മനസ്സിൽ കൊണ്ടുവരരുത്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അടുത്ത് വന്ന് ഇതുപോലെ പറയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തരുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോം വഴി എനിക്ക് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പില് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്, ഡിഗ്രി പ്രിലിംസ് ബാച്ച്, ഈ 2 ബാച്ചിന്റെയും ക്ലാസ്സുകൾ ഒക്ടോബർ 20 സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് പേര് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ ഓപ്പൺ ആണ്, അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 20 നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ച് കോഴ്സിൽ വരുന്ന ആൾക്കാർ ഒന്നും നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാരായിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ പോസിറ്റിവിറ്റി നിറച്ച് ജോലി നിങ്ങൾക്ക് വാങ്ങി തരണം എന്നുള്ള എയിം നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു നെഗറ്റീവ് ചിന്താഗതിയും നമ്മുടെ ആപ്പിലെ പിള്ളേർക്ക് പാടില്ല. അങ്ങനെ സംഭവിക്കത്തില്ല. ആ ഒരു രീതിയിലായിരിക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. UPSC സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. UPSC ലെവൽ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരും ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീക്ക്ലി ടൈം ടേബിൾ വെച്ചിട്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ തന്ന്, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പോർഷൻസ് ഡെയിലി സ്റ്റഡി പ്ലാൻ വെച്ച് പഠിപ്പിച്ച്, ശനിയും ഞായറും റിവിഷൻ അടുപ്പിച്ച്, ഞായറാഴ്ച രാത്രി പരീക്ഷ, പിന്നെ റാങ്ക് ലിസ്റ്റ്, പരീക്ഷ കഴിഞ്ഞ ഉടനെ റാങ്ക് ലിസ്റ്റ്. എന്തുകൊണ്ട് ഞാൻ റാങ്ക് ലിസ്റ്റ് ഇടുന്നു? നിങ്ങൾ അറിയണം നമ്മുടെ ബാച്ചിലെ പിള്ളേരുടെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഓരോ ആൾക്കാരും അറിയണം. ആ ഫസ്റ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾ നോക്കണം. അയാൾക്ക് എത്രയാണ് മാർക്ക്, അയാളുടെ പൊട്ടൻഷ്യൽ എത്രയാണ്, ഞാനത് മറികടന്ന് ഫസ്റ്റിൽ എത്തണം. ഓരോ ആഴ്ചയും 1ാമത്തെ റാങ്കിന് വേണ്ടി വേണം നിങ്ങൾ പഠിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ റാങ്ക് ലിസ്റ്റ് ഇട്ട് തരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാക്കാൻ.
ആ ഒരു രീതി തന്നെ നിങ്ങൾ അവസാനം വരെയും കൊണ്ടുപോകണം. പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെയും മെയിൻസ് എക്സാം കഴിയുന്നത് വരെയും നിങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ ആ രീതിയിലെ പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. ഡീപ്പ് ലെവൽ ക്വാളിറ്റി വൈസ് ക്ലാസ്, നോട്ട്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, പിന്നെ NCRT പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഈ 4 ടോപ്പിക്സും നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, ഓരോ ചാപ്റ്റർ ആയിട്ട്. അത് ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്താണ് നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് പ്രത്യേകം ഫോക്കസ് ചെയ്ത് ഡിഫറെന്റ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നല്ലതായിട്ട് പഠിച്ചിട്ടേ പോവാവേ. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ എന്തുകൊണ്ട് പാടാവുന്നു? നിങ്ങൾ സിലബസ് മാത്രമേ അവിടെ കവർ ചെയ്യുന്നുള്ളൂ. PSCയുടെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ NCRT പാഠപുസ്തകങ്ങളാണ്. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് NCRT പാഠപുസ്തകങ്ങൾ നിങ്ങൾ അരച്ച് കലക്കി പഠിച്ചേ പോകാവൂ. ചുമ്മാ കാണാപ്പാഠം പഠിച്ചിട്ട് പോകാനല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? നിങ്ങൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഒരു സൈഡിൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളം ഇപ്പോഴത്തെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഒക്കെ നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ഞാനിവിടെ കോഴ്സിന്റെ ബാനർ വെച്ചിട്ടുണ്ട്. 2 ബാച്ച് ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്, കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഇനി വിളിക്കാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് PSC കമ്പനി ബോർഡ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ലഭിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒറ്റ കോഴ്സ് എടുത്താൽ മതി. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഫീസിലാണ് നമ്മൾ ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രിലിംസ് ഒള്ളി ബാച്ച് ഉണ്ട്, അതിന്റെ ഫീസ് 2499 ആണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചിന്റെ ഫീസ് 3499. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഫുൾ സിലബസ് കവറേജും NCRT ക്ലാസും, പുതിയ SCRT, പഴയ SCRT, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, വീക്ക്ലി ടൈം ടേബിൾ, ഡെയിലി ടൈം ടേബിൾ, പ്രോപ്പർ ഗൈഡൻസ്, മെന്റർഷിപ്പ്, അതുപോലെ വീക്ക്ലി എക്സാംസ്, പിന്നെ എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്ര ചുരുങ്ങിയ ഫീസിൽ എല്ലാ കാര്യങ്ങളും എല്ലാരിലേക്കും എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഫീസ് വെച്ചിരിക്കുന്നത്. എക്സാം കഴിയുന്നത് ഒറ്റ കോഴ്സ് എടുത്താൽ പോരെ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ LDCക്ക് പറ്റുമോ, ബെവ്കോ LDക്ക് പറ്റുമോ, VFAക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമല്ലോ. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൽ 7th ലെവൽ കോഴ്സുകൾ അവൈലബിൾ ആണ്, 10th ലെവൽ കോഴ്സ് അവൈലബിൾ ആണ്, +2 ലെവൽ യൂണിഫോം ജോബ് എല്ലാ കോഴ്സുകളും, എല്ലാ പോസ്റ്റിനെയും കോഴ്സുകൾ അവൈലബിൾ ആണ്, ഡിഗ്രി ലെവലും അവൈലബിൾ ആണ്. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസേ ഉള്ളൂ. അപ്പോൾ ആപ്പിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ കയറി ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എല്ലാ കോഴ്സുകളും വളരെ ഡിസ്കൗണ്ടിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എക്സാം കഴിയുന്നത് വരെ അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ എല്ലാ കോഴ്സിന്റെയും വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പൊ നെഗറ്റീവ് ചിന്ത ഒന്നും ഇല്ലല്ലോ, ഇപ്പൊ മനസ്സിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട് എല്ലാം കളയുക. ജോലി കിട്ടുമോ അങ്ങനെ ഒരു ചിന്തയെ വേണ്ട, പഠിക്കാൻ ഞാൻ റെഡിയാണ്, അതിന് കണക്കാക്കി നിങ്ങൾ വന്നോളാം. ഓക്കെ. അപ്പോൾ October 20th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാരെ കിട്ടുമ്പോഴത്തേക്കും, അത്രയും സ്റ്റുഡൻസ് ആവുമ്പോഴത്തേക്കും അഡ്മിഷൻ ക്ലോസ് ആകും. കാരണം ഒരുപാട് പേര് നമുക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൂടി മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർ വെച്ചിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നു. അത്രയും ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അത്രയും ആകുമ്പോഴത്തേക്കും എന്തായാലും അഡ്മിഷൻ ഫില്ലാവും. കുറെ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഇനിയുള്ളൂ. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളാം. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്